ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 626. സൂറത്തുൽ ഇസ്രാ ആയത്തുകൾ 31 മുതൽ 44 വരെ. പേജ് നമ്പർ 988. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا ولا تقربوا الزنا إنه كان فاحشة وساء سبيلا ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن العهد كان مسؤولا وأوفوا الكيل إذا كلتم وزنوا بالقسطاس المستقيم ذلك خير وأحسن تأويلا ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا كل ذلك كان سيئه عند ربك مكروها ذلك مما أوحى إليك ربك من الحكمة ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما ولقد صرفنا في هذا القرآن ليذكروا وما يزيدهم إلا نفورا قل لو كان معه آلهة كما يقولون إذا لابتغوا إلى ذي العرش سبيلا سبحانه وتعالى عما يقولون علوا كبيرا تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 627. സൂറത്തുൽ ഇസ്രാ ആയത്ത് 31, പേജ് നമ്പർ 988. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖിൻ. ദാരിദ്ര്യം ഭയന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. വിധിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ വിധം അവർ ചെയ്തിരുന്നത്.
നഹ്നു നർസുഖുഹും വ ഇയ്യാകും, അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, നിശ്ചയമായും അവരെ കൊല്ലൽ വലിയ പാപമാകുന്നു. ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലാൻ പാടില്ല. ബഹുദൈവാരാധന കഴിഞ്ഞാൽ ഏറ്റവും കടുത്ത പാപം മനുഷ്യരെ കൊല്ലലാണ്. ഇവിടെ നിർദോഷിയും നിഷ്കളങ്കനുമായ കുഞ്ഞിനെയാണ് കൊല്ലുന്നത് എന്നതുകൊണ്ട് തന്നെ കുറ്റത്തിൻ്റെ ഗൗരവം കൂടുന്നു. ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് എന്നത് മൗലികമായ വിശ്വാസമാകുന്നു. അതിൽ വിശ്വസിക്കുന്നവൻ ഇങ്ങനെ ഒരു പാതകം ചെയ്യില്ല. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിച്ചു കളയുന്ന ഏർപ്പാടാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. സ്കാനിങ്ങും മറ്റും നടത്തി കുട്ടി പെണ്ണാണെങ്കിൽ ഒഴിവാക്കി കളയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണതയാണ്. കുട്ടികൾ അധികമായാൽ വളർത്താനും സ്നേഹിക്കാനും വിദ്യാഭ്യാസം നൽകാനുമൊക്കെ വേണ്ട പോലെ കഴിയില്ല എന്നതാണ് സന്താന നിയന്ത്രണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രചാരം. ദൈവത്തെ ഉപജീവനം നൽകുന്നവനായി കാണാത്തത് കൊണ്ടാണത്. ഈ വക ചിന്താഗതികളെല്ലാം ഇസ്ലാമിന് അന്യമാകുന്നു. മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള വിഭവങ്ങളെല്ലാം ദൈവം ഭൂമിയിൽ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ട്. അത് തേടിപ്പിടിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. ആയത്ത് 32. വലാ തഖറബു സിന, വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്. വ്യഭിചാരം ചെയ്യരുതെന്ന് മാത്രമല്ല, അതിൻ്റെ മുന്നോടിയും അതിലേക്ക് വഴിതെളിയിക്കുന്നതുമായ നോട്ടം, സംസാരം, വേറെ ആളില്ലാത്ത ഒരിടത്ത് ഒരുമിച്ച് കൂടൽ, ഒരുമിച്ച് യാത്ര ചെയ്യൽ, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിഷതൻ, നിശ്ചയമായും അത് നീചമായതാകുന്നു. വസാഅ സബീല, ദുഷിച്ച മാർഗവുമാകുന്നു. വ്യഭിചാരം ദുഷിച്ച മാർഗമാണെന്ന് ഖുർആൻ പറഞ്ഞതത്ര ശരി. വ്യഭിചാരത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഫലമായി ലൈംഗിക രോഗങ്ങൾ മഹാമാരിയായി വന്നിട്ടും മനുഷ്യൻ പാഠം ഉൾക്കൊണ്ടില്ല. വിവാഹ ബന്ധത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. മറ്റുള്ളതെല്ലാം ചീത്ത വഴിയാണ്. ആ വഴിയിലൂടെ നീങ്ങുന്നവൻ ആ ദുഷിച്ച മാർഗത്തിൻ്റെ ദുരന്തം ഈ ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കുന്നു. പേജ് നമ്പർ 989. മൃഗങ്ങൾ ലൈംഗിക ബന്ധം വിലക്കുകളില്ലാതെ നടത്തിയിട്ടും അവർക്ക് ലൈംഗിക രോഗമില്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനോ ചിന്തിക്കുക. ആയത്ത് 33. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കിയ ആളെ അവകാശം കൂടാതെ നിങ്ങൾ കൊല്ലരുത്. വമൻ ഖുതില മദ്ലൂമ, ദ്രോഹിക്കപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, അവൻ്റെ അവകാശിക്ക് നാം അധികാരം നിശ്ചയിച്ചിരിക്കുന്നു. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, എന്നാൽ കൊലയിൽ അവൻ അതിര് കവിയരുത്. ഇന്നഹു കാന മൻസൂറ, നിശ്ചയമായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു. കൊലയാളിക്ക് ശിക്ഷ കൊല തന്നെയാണ്. ഭരണകൂടം അത് നടപ്പാക്കണം. വ്യക്തികളോ സംഘങ്ങളോ സംഘടനകളോ അല്ല അത് ചെയ്യേണ്ടത്. കൊലക്കു പകരം കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനെയാണ് അധികാരമെന്ന് പറഞ്ഞത്. കൊലയാളിയെ കുടുംബത്തോടെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നതൊക്കെ മഹാ അക്രമമാണ്. എന്നാൽ ആ കൊലയാളിയെ കൊല്ലുവാൻ മാത്രമേ ആവശ്യപ്പെടാവൂ. കൂടുതലൊന്നും അവകാശമില്ല. ഈ നിയമം മൂലം അള്ളാഹു അവനെ സഹായിച്ചിരിക്കുന്നു. അവൻ അധികം ചെയ്യാൻ ഒരുങ്ങുന്ന പക്ഷം മറ്റവനും അവൻ്റെ സഹായികളും അതിന് പകരം വീട്ടാനൊരുങ്ങും. അങ്ങനെ കൂട്ടക്കൊലയായിത്തീരും. ജാഹിലിയ്യ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അധികം ചെയ്യരുതെന്നുള്ള നിയമം മൂലം അള്ളാഹു അവനെ സഹായിച്ചിരിക്കുകയാണ്. ആധുനിക നിയമങ്ങൾ കൊലയാളിക്ക് വധശിക്ഷ പാടില്ലെന്ന് പറയുന്നിടത്തെത്തി നിൽക്കുന്നു. വധശിക്ഷ പാടെ നിർത്തിവെക്കണമെന്ന മുറവിളിയും ഉയരുന്നുണ്ട്. കൊല എത്ര നടത്തിയാലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന അവസ്ഥയാണിന്ന്. ക്യാഷും നല്ല വക്കീലുമുണ്ടെങ്കിൽ എന്തക്രമവും ആകാമെന്ന് വന്നിരിക്കുന്നു. ശിക്ഷ കിട്ടിയാൽ തന്നെ ഏതാനും വർഷത്തെ ജയിൽവാസം. കൊല നടത്തിയവന് വധശിക്ഷ കിട്ടുമെന്ന് വന്നാൽ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. ആയത്ത് 34. വലാ തഖറബു മാലൽ യതീമി, അനാഥയുടെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു, ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗത്തിലല്ലാതെ. ഹത്താ യബ്ലുവ അശുദ്ധഹു, അവൻ്റെ പ്രാപ്തി നേടുന്നത് വരെ. യതീം അഥവാ അനാഥൻ അവൻ്റെ സ്വന്തം കാര്യം നോക്കുവാനും സമ്പത്ത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനും പ്രാപ്തി നേടുന്നതുവരെ യതീമിൻ്റെ സമ്പത്ത് സൂക്ഷിക്കുക. അതിൻ്റെ പുരോഗതിക്ക് വേണ്ടത് ചെയ്യുക. അങ്ങനെ കുട്ടി പ്രാപ്തനായാൽ അവൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് വേണ്ടത്. വഔഫു ബിൽ അഹദ്,
നിങ്ങൾ കരാർ പാലിക്കുകയും ചെയ്യുക. ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിശ്ചയമായും കരാർ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 628, സൂറത്തു അൽ ഇസ്റാ ആയത്ത് 35, പേജ് നമ്പർ 990. വഔഫുൽ കൈല ഇദാ കിൽതും, നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുക. വസിനു ബിൽ ഖിസ്ത്വാസിൽ മുസ്തഖീം, ചൊവ്വായ തുലാസിൽ തൂക്കുകയും ചെയ്യുക. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അത് വളരെ നല്ലതും വളരെ വിശിഷ്ടമായ പരിണാമമുള്ളതുമാകുന്നു. കരാർ പാലിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. ആധുനിക സമൂഹത്തിൽ കരാറുകൾക്കൊന്നും ഒരു വിലയുമില്ല. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും കരാറുകൾ ലംഘിക്കുന്നതിന് ഒരു മടിയുമില്ല. കച്ചവട രംഗത്തെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് പിന്നീട് പറഞ്ഞത്. ഇന്ന് അത് തീരെ ഇല്ലാതായി എന്ന് വേണം പറയാൻ. ഉപഭോക്താവിനെ എങ്ങനെ വഞ്ചിക്കാം എന്നതാണ് ഇന്ന് ബിസിനസ് രംഗം കാര്യമായി ചിന്തിക്കുന്നത്. പൊതുജനത്തെ പറ്റിക്കാൻ പരസ്യങ്ങളാണ് ഇന്ന് വിപണി വാഴുന്നത്. ആയത്ത് 36, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത യാതൊന്നിൻ്റെയും പിന്നാലെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിശ്ചയമായും കാതും കണ്ണും ഹൃദയവും ഇതിനെപ്പറ്റി എല്ലാം മനുഷ്യൻ ചോദിക്കപ്പെടുന്നതാണ്. മതപരമായ ഒരു കാര്യം നീ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ എന്ന് നിനക്ക് വിവരമുണ്ടായിരിക്കണം. വിവരമില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിനക്ക് വിവരമുണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ നീ വിശ്വസിക്കുന്ന നിന്റെ ഉസ്താദിനോ ഷെയ്ഖിനോ ഇമാമിനോ വിവരമുണ്ടായാൽ പോരാ. നിനക്ക് തന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തമ ബോധ്യം വേണം. അങ്ങനെ വളരെ ബോധപൂർവമായിരിക്കണം ഏതൊരു കാര്യവും. ഈ വിഷയത്തിൽ സ്വഹാബികളുടെ സൂക്ഷ്മത വളരെ കണിശമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും ചെയ്യുന്നത് നേരിൽ കാണുകയോ പറയുന്നത് നേരിൽ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നും പറഞ്ഞു എന്നും അവർ പറഞ്ഞിരുന്നുള്ളൂ. നബി ചെയ്തു പറഞ്ഞു എന്ന് വേറെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ അയാൾ എത്ര വിശ്വസ്തനായിരുന്നാലും ശരി, സിദ്ദീഖ് അഥവാ സത്യത്തിൻ്റെ മൂർത്തി എന്ന സ്ഥാനപ്പേര് ലഭിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ആണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്ത് എന്ന് ഇന്നയാൾ പറഞ്ഞു എന്നേ പറഞ്ഞിരുന്നുള്ളൂ. എത്ര മഹത്തായ സൂക്ഷ്മത! തഖ്ലീദ് അഥവാ അന്ധമായ അനുകരണവാദികൾ, തഖ്ലീദ് വാദികൾ എന്നാണ്. ഇങ്ങനെയുള്ള സൂക്ഷ്മത അനാവശ്യമാണെന്നോ പാടില്ലെന്നോ വിശ്വസിക്കുന്നു. ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ തെളിവ് ചോദിക്കൽ അദ്ദേഹത്തെ അനാദരിക്കലാണെന്ന് അവർ ധരിച്ചു വശായിരിക്കുന്നു. ഉത്തരവാദിത്തം ഉസ്താദ് ഏറ്റെടുത്തു എന്നാണ് അവരുടെ മൂഢധാരണ. ആയത്ത് 37, വലാ തംശി ഫിൽ അർദി മർഹ, ഭൂമിയിൽ നീ അഹന്ത കാണിച്ച് നടക്കരുത്. വിനീതമായി നടക്കണം. അഹങ്കാരത്തോടെയുള്ള നടത്തം പാടില്ല. ഇന്നക ലൻ തഖ്രിഖൽ അർദ, നിശ്ചയം നീ ഭൂമിയെ കീറി പിളർക്കുകയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, നീളത്തിൽ നീ പർവ്വതങ്ങളോളം എത്തുകയും ഇല്ല. പേജ് നമ്പർ 991. അഹന്ത കാണിച്ച് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വലിയ ഗമയോടുകൂടി ചെവിട്ടി നടന്നു പോയാൽ നിന്റെ നടത്തത്തിൻ്റെ അടയാളമായി ഭൂമിയിൽ ചാലുണ്ടാവുകയില്ല. നീണ്ടു നിവർന്ന് കിടക്കുന്ന മലയോളം നീ എത്തുകയുമില്ല. ആയത്ത് 38, കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, മേൽപ്പറഞ്ഞതൊക്കെയും അതിൻ്റെ ദുഷ്ഫലം നിന്റെ റബ്ബിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാകുന്നു. ആയത്ത് 39, ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, നിന്റെ റബ്ബ് നിനക്ക് വഹ്യ് നൽകിയ വിജ്ഞാനങ്ങളിൽ പെട്ടതാകുന്നു അത്. ഹിക്മത്ത് എന്നു വെച്ചാൽ കാരണം വിശദീകരിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. ഇന്ന കാര്യം ഇന്നതുപോലെയാണ് വേണ്ടത്, അതിൻ്റെ കാരണം ഇന്നതാകുന്നു, അതിൻ്റെ ഗുണം ഇന്നതാണ്, അതിൻ്റെ മറുവശം ഇന്നിന്ന കാരണങ്ങൾ ദോഷമാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇതാണ് ഹിക്മത്ത്. നിയമങ്ങളും നിയമങ്ങളുടെ ഗുണങ്ങളും ഗ്രഹിക്കുക. ഈ നിലയിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് നൽകി മനുഷ്യവർഗത്തെ പഠിപ്പിക്കുന്ന ഗുരുനാഥനാക്കിയെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ സൽബുദ്ധിയുള്ള മനുഷ്യർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറയാം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ കഠിനമായി വിരോധിച്ചു. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ദുഷ്ഫലങ്ങളും വളരെ ഭംഗിയായി വിശദീകരിക്കുകയും ചെയ്തു. മദ്യപാനം വിരോധിച്ചു.
ഏത് ബുദ്ധിയുള്ളവനും സമ്മതിക്കത്തക്ക നിലയിൽ മദ്യത്തിൻ്റെ ദോഷം വിശദീകരിച്ചു. ഇതുപോലെ അള്ളാഹുവിനോട് കൂടെ മറ്റൊരു ആരാധ്യനെ നീ സ്വീകരിക്കരുത്. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. അതുപോലെ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. അപ്പോൾ ആക്ഷേപിക്കപ്പെട്ടവനായും ആട്ടപ്പെട്ടവനായും നരകത്തിൽ നീ എറിയപ്പെടുന്നതാകുന്നു. 23-ാം സൂക്തം മുതൽ കൽപ്പനാ നിർദ്ദേശങ്ങൾ പറയാൻ തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്. 39-ാം ആയത്തിൽ അവസാനിപ്പിക്കുന്നതും തൗഹീദ് കൊണ്ട് തന്നെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 629, സൂറത്തുൽ ഇസ്റാ ആയത്ത് 40, പേജ് നമ്പർ 991. അഫ അസ്ഫാകും റബ്ബുക്കും ബിൽ ബനീന, എന്നാൽ നിങ്ങളുടെ റബ്ബ് ആൺമക്കളെ നിങ്ങൾക്ക് പ്രത്യേകമായി തന്നിരിക്കുകയാണോ? പെൺമക്കൾ വേണ്ടെന്നാണല്ലോ നിങ്ങളുടെ വെപ്പ്. നിങ്ങൾക്ക് ആൺമക്കൾ തന്നെ വേണം അല്ലേ? വത്തഖദ മിനൽ മലായികതി ഇനാഥ, മലക്കുകളിൽ നിന്ന് പെൺമക്കളെ അവൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണോ? മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് കാഫിറുകൾ പറഞ്ഞിരിക്കുന്നു. പേജ് നമ്പർ 992. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ, നിശ്ചയമായും ഗുരുതരമായ ഒരു വാക്ക് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് മക്കളുണ്ടെന്നും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നും നിങ്ങൾ പറയുന്നത് എത്ര ഗുരുതരം. ആൺകുട്ടികൾ നിങ്ങൾക്ക് വേണം, പെൺകുട്ടികൾ വേണ്ടേ വേണ്ട, അള്ളാഹു എടുത്തോട്ടെ എന്നുള്ള നിങ്ങളുടെ നിലപാട് എത്ര വലിയ അനീതി. ആയത്ത് 41. വലഖദ് സ്വറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിയദ്ദക്കറു, ഈ ഖുർആനിൽ വിവിധ രൂപത്തിൽ വിഷയങ്ങൾ നാം വിശദീകരിച്ചിട്ടുണ്ട് അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. വമാ യസീദുഹും ഇല്ലാ നുഫൂറ, അകൽച്ചയെ അല്ലാതെ അവർക്ക് അത് വർദ്ധിപ്പിക്കുന്നില്ല. ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കും തോറും അവർ അകന്നകന്ന് പോകുകയാണ്, അടുത്തു വരുന്നില്ല. ആയത്ത് 42. പറയുക, അവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവരും അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരുമായ മധ്യസ്ഥന്മാരും ഇടയാളന്മാരുമായ നേർച്ചക്കാർ ഉണ്ടെന്നാണല്ലോ പിഴച്ചവർ പറയുന്നത്. അതുപോലെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ സിംഹാസനത്തിൻ്റെ ഉടയവൻ്റെ അടുക്കലേക്ക് ഒരു മാർഗം അവർ തേടുമായിരുന്നു. ഭൂലോക രാജാക്കന്മാരുടെ ഇടയിൽ നടന്നു വരുന്നത് പോലെ ലോകം അടക്കി ഭരിക്കുന്ന സിംഹാസനത്തിൻ്റെ ഉടയവനായ അള്ളാഹുവിനോട് എതിർക്കുവാൻ, അള്ളാഹുവിൽ നിന്ന് അധികാരം പിടിച്ചു പറ്റുവാൻ ആ ഇലാഹുകൾ വഴി നോക്കുമായിരുന്നു. അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ ഇതുവരെ ആരും നോക്കിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ ആ ബന്ധത്തിലൂടെ നേടിയെടുക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ആരുമില്ല. ഇവർ യാതൊരർത്ഥവുമില്ലാതെ ഇലാഹാക്കിയതാണ്. അവർക്ക് യാതൊന്നിനും കഴിവില്ല. ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുവാൻ അവർക്കാവില്ല. ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിവില്ല എന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. ഹജ്ജ് 73. മഹാപാവങ്ങൾ മറ്റൊരു പ്രകാരത്തിലും ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേറെ ഇലാഹുകൾ ഉണ്ടെന്ന് വരികയാണെങ്കിൽ അള്ളാഹുവിനോട് അടുക്കാനും അവൻ്റെ പ്രിയം നേടുവാനും വഴി നോക്കുന്നവരാണ് അവർ. അപ്പോൾ നിങ്ങൾ അവരെ ആരാധിച്ചിട്ട് എന്ത് കാര്യം? അവർ ആരാധിക്കുന്ന ഇലാഹിനെ തന്നെയല്ലേ നിങ്ങളും ആരാധിക്കേണ്ടത്? ഭൗതികമായ എല്ലാ രംഗങ്ങളിലും നല്ലവണ്ണം ബുദ്ധി ഉപയോഗിക്കുന്ന ഈ മനുഷ്യൻ മൗലികമായ ഈ വിഷയത്തിൽ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്ത് വലിയ അത്ഭുതം തന്നെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തിരക്കേടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുണ ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത്. ആ പ്രാർത്ഥന നടത്തുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരുണയും അനുഗ്രഹവും സഹായവും തേടൽ എന്തൊരു കീഴ്ക്കാന്തുക്കായ ബുദ്ധിയാണ്. പേജ് നമ്പർ 993, ആയത്ത് 43. സുബ്ഹാനഹു, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രഖ്യാപിക്കുന്നു. വതആല അമ്മ യഖൂലൂന ഉലുവൻ കബീറ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനായിരിക്കുന്നു. ആയത്ത് 44. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു, ആ 7 ആകാശങ്ങളും ഭൂമിയും അവന് കീർത്തനം അർപ്പിക്കുന്നു. വമൻ ഫിഹിന്ന, അവയിലുള്ളവരും. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനമർപ്പിക്കുന്നതായിട്ടല്ലാതെ
യാതൊരു വസ്തുവും ഇല്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, എന്നാൽ നിങ്ങൾ അവരുടെ കീർത്തനം മനസ്സിലാക്കുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, നിശ്ചയമായും അവൻ സഹനശീലനും വളരെ പൊറുക്കുന്നവനുമാകുന്നു. ആകാശഭൂമികളും അവയിലെ സകല ചരാചരങ്ങളും അവയുടേതായ രീതിയിൽ അള്ളാഹുവെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിയും സ്വാതന്ത്ര്യവും നൽകപ്പെട്ട മനുഷ്യൻ മാത്രം, അവരിൽ ഭൂരിഭാഗവും ഇതിന് വിപരീതമായി നന്ദികേടും ധിക്കാരവും പ്രവർത്തിക്കുകയാണ്. ഈ ധിക്കാരികളോട് സഹനവും വിട്ടുവീഴ്ചയും കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഗുണവിശേഷണങ്ങളിൽ പെട്ടതാണ്. ഇത് സൂചിപ്പിക്കാനായിരിക്കാം പ്രസ്തുത 2 ഗുണങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞത്. ജീവി വർഗങ്ങൾ, ആകാശഭൂമി, സചേതനവും അചേതനവുമായ വസ്തുക്കൾ, ഇവയൊക്കെ സൃഷ്ടാവിന് സ്തുതി കീർത്തനം അർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും നാം കേൾക്കുന്നില്ലെന്ന് മാത്രം. അചേതന വസ്തുക്കളുടെ പ്രകീർത്തനം എങ്ങനെയെന്ന് അറിയില്ല. ശാസ്ത്രത്തിന് ഒരെത്തും പിടിയും കിട്ടാത്ത മേഖലയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതിൽ നിന്ന് നമുക്ക് ഗ്രാഹ്യമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. എല്ലാം അള്ളാഹുവിനറിയാം.